വീട്ടിലൊരു ബറക്കത്തില്ല ഉസ്താദേ, ഒരു സമാധാനമില്ല. ഭക്ഷണത്തിലും ജോലിയിലും വീടിനകത്തേക്ക് കയറിയാൽ തന്നെ ഒരു സ്വസ്ഥതയില്ലാത്തതുപോലെ. ഞാൻ എന്താണ് ഉസ്താദേ ചെയ്യേണ്ടത്? പല ആളുകളും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ ജീവിതം പ്രതിസന്ധിയിലായി പോകുന്ന ചില ഘട്ടങ്ങളുണ്ട്. അതായത് ബറക്കത്തില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ നമുക്കൊരിക്കലും സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ ജോലിയിൽ, എല്ലാത്തിലുമുപരി നമ്മുടെ വീട്ടിൽ ബറക്കത്ത് നിറഞ്ഞു നിൽക്കാൻ സഹായിക്കുന്ന ഒരായത്തുണ്ടെങ്കിലോ ആ ആയത്ത് നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? നമ്മുടെ ലൈഫിൽ അതൊന്ന് അപ്ലൈ ചെയ്യണ്ടേ? നമുക്കത് അറിയുന്ന ആയത്താണെങ്കിൽ പോലും അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് നോതി നോക്കിയേ. ഇൻഷാ അല്ലാഹ് ആ ആയത്ത് ഏതാണെന്ന് പഠിക്കണം, അതിൻ്റെ ആശയം പഠിക്കണം. ആ ആശയത്തിൽ നിന്നിട്ട് ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി ആ ബോധ്യത്തോടുകൂടെ ഓതണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ബറക്കത്ത് ചെയ്ത് തരും. പഠിക്കാം. അതോടൊപ്പം 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യവുമുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയേ, നമുക്ക് ബറക്കത്ത് വേണം. എന്തുകൊണ്ടേ ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കോടാനുകോടി രൂപയുണ്ടാകലാണോ? അല്ലല്ലല്ല. ഉള്ളതിൽ സംതൃപ്തി ഉണ്ടാകലാണ്, സമാധാനം ലഭിക്കലാണ്, സന്തോഷം ഉണ്ടാകലാണ്. ഒരാൾ ഭയങ്കര കോടീശ്വരനാണ്, അയാൾക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ സ്വസ്ഥതയും സമാധാനമൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ അയാൾ ബറക്കത്തില്ലാത്തവനാണ്, അയാൾ ദരിദ്രനാണ്. അത് ദരിദ്രനാണ്. ഒരാൾക്ക് അന്നന്ന് കഴിഞ്ഞു പോകാനുള്ള ചിലവിനുള്ളതേ ഉള്ളൂ, പക്ഷേ അയാൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടെങ്കിൽ അയാൾ കോടീശ്വരനാണ്, അതിസമ്പന്നനാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബറക്കത്ത് എല്ലാ സന്തോഷത്തിൻ്റെയും നിദാനാണ്. അതാര് തരണം? നമുക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ തരണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ പറഞ്ഞു. അത് മുമ്പ് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. ബറക്കത്ത് തരുന്നത് അള്ളാഹുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ജീവിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സംസാരിക്കാൻ, ഒരു റൊമാൻറ്റിക്കായി ഇരിക്കാനൊക്കെ സമയം കണ്ടെത്തണം. അതൊക്കെ ബറക്കത്തിന് കാരണമാണെന്നാണ്. ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ ഇങ്ങനെ നോക്കിയാൽ കാരുണ്യത്തിൻ്റെ നോട്ടം അള്ളാഹു നിങ്ങൾ നോക്കും. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെയും ബാപ്പയുടെയും മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിയാൽ, അവർക്കെന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ കാരുണ്യത്തിൻ്റെ നോട്ടം അള്ളാഹു നിങ്ങളിലേക്ക് നോക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്താൽ തന്നെ കുടുംബത്തിൽ നല്ല സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവും. പക്ഷെ എത്ര പേരെങ്ങനെ ചെയ്യുന്നുണ്ട്? അതുകൊണ്ടല്ലേ എപ്പോഴും ഞാൻ ഉണർത്തുന്നൊരു ഹദീസ് ഉണ്ടല്ലോ, നീ നിൻ്റെ ഭാര്യയുടെ വായിലേക്ക് ഭക്ഷണം വാരി വെച്ച് കൊടുക്കണം. ഇത് മക്കൾ കാണണം. അങ്ങനെ ബറക്കത്തുള്ളൊരു കുടുംബാക്കി അത് മാറ്റിയെടുക്കണം. കഴിഞ്ഞ ദിവസം കൂടെ ഒരു ക്ലാസ്സിൽ ഞാൻ ഉണർത്തിയിട്ടേ ഉള്ളൂ. ഭാര്യയുടെ വായിലേക്ക് ഭർത്താവ് ഭക്ഷണം വെച്ച് കൊടുക്കുക, ഭക്ഷണം ഭർത്താവിൻ്റെ വായിലേക്ക് ഭാര്യയും വെച്ച് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ റൊമാൻറ്റിക്കായിരിക്കണം. അതായത് ഈ സെക്ഷുവലായ കാര്യങ്ങൾക്ക് മാത്രമല്ലാതെ ഇടയ്ക്കിടയ്ക്ക് റൊമാൻറ്റിക് ടച്ച് കൊടുത്ത് ഒന്ന് ഒരുമിച്ചിരിക്കുക, കഥകൾ പറയുക, തമാശകൾ പറയുക, ചിരിക്കുക, കളിക്കുക, അല്ലേ? ഇനി വിദൂരത്തുള്ളവരാണെങ്കിൽ പോലും ഫോണിലൂടെ നമുക്ക് സംസാരിക്കാമല്ലോ. ഫോണിലൂടെ സംസാരിക്കുന്ന ആ ഒരു സംസാരം അടുത്തുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിന് സഹായകമാകും എന്നുള്ളതാണ്, അല്ലേ? അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ഒരു റൊമാൻറ്റിക് ടച്ച് കൊടുത്ത് ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അള്ളാൻ്റെ ബറക്കത്ത് അവിടെ ഉണ്ടാകും. നമ്മളെല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തിട്ടും നമുക്ക് സമാധാനം കിട്ടുന്നില്ലേ? നമുക്ക് സമാധാനം കിട്ടുന്നില്ലേ? ഒരു ബറക്കത്തില്ലായ്മ നിറഞ്ഞു നിൽപ്പുണ്ടോ? ആ ബറക്കത്തില്ലായ്മയെ തുടച്ചു മാറ്റുന്ന ഒരായത്തുണ്ട്. ഒരിക്കലൊരു സ്വഹാബി വന്ന് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, കുടുംബത്തിലൊരു ബറക്കത്തുല്ല നബിയെ, ഒരു സമാധാനവും കിട്ടണില്ല. ബറക്കത്തില്ലായ്മ, ഭക്ഷണത്തിൽ ഒരു ബറക്കത്തുല്ല നബിയെ, ചിലപ്പോൾ തികയണില്ല, കിട്ടണില്ല, ഉള്ളത് കഴിക്കുമ്പോൾ രോഗമാണ്. അതൊക്കെയാണ് ബറക്കത്തില്ലായ്മയുടെ ലക്ഷണങ്ങൾ. ഭക്ഷണം കിട്ടുന്നുണ്ട്, പക്ഷേ ഫുൾ ടൈം രോഗമാണ്. ആ ഭക്ഷണം കൊണ്ടൊരു ഉപകാരമില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ളത് കിട്ടണില്ല. അങ്ങനെ ഓരോരോ തരത്തിൽ ബറക്കത്തില്ലായ്മ നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ ആ സ്വഹാബി ഒന്ന് പറയുമ്പോൾ അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മോനെ, നിങ്ങളും ആയത്തുൽ കുർസിയും തമ്മിൽ ബന്ധമൊന്നുമില്ലേ? ഏതാണ് ആയത്ത്? ആയത്തുൽ കുർസിയാണ്. നിങ്ങളും ആയത്തുൽ കുർസിയും തമ്മിൽ ബന്ധമൊന്നുമില്ലേ? കാരണം ആയത്തുൽ കുർസിയായിട്ട് ഒരു യഥാർത്ഥ ബന്ധം നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ബറക്കത്തില്ലാത്തതിൻ്റെ പരാതി നിങ്ങൾ പറയൂല. മനസ്സിലാവണ്ട? നമുക്കെന്ത് ബന്ധമാണ് ആയത്തുൽ കുർസിയായിട്ടുള്ളത്? വെറുതെ വാഗുണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഓതിപ്പോകുന്നല്ലാതെ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു തവണയെങ്കിലും ആയത്തുൽ കുർസി ശരിയായ നിലക്ക് നമുക്ക് ഓതാൻ പറ്റിയിട്ടുണ്ടോ? ഓരോ തവണ ഓരോ ഫർള് നിസ്കാര ശേഷം ഒന്ന് ഓതി നോക്കിയാൽ മതി. അതായത് ഫർദ് നിസ്കാരം കഴിയുമ്പോൾ ഒരു തവണ ആയത്തുൽ കുർസി ഒരു മനുഷ്യൻ ഓതിയാൽ അവന് സ്വർഗത്തിൽ പോകാൻ പിന്നെ മരിച്ചാൽ മതി എന്നാണ്. മരണം മാത്രമേ തടസ്സമുള്ളൂ. 5 വക്ത് നിസ്കാരത്തിൻ്റെ ശേഷവും ഒരു തവണ, കൂടുതലൊന്നും വേണ്ട, ഒരു തവണ ഒരാൾ ആയത്തുൽ കുർസി ഓതിയാലേ
അങ്ങനെ പതിവായി ഓതുന്ന മനുഷ്യൻ മരിച്ചാൽ മതി, അവൻ പിന്നെ സ്വർഗത്തിലാണ്. പക്ഷെ എല്ലാവർക്കും ഇത് ഓതാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ പറ്റൂല എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആയത്തുൽ കുർസിക്ക് കഴിയുമെന്നാണ്. ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടിത്തരാൻ ആയത്തുൽ കുർസിക്ക് കഴിയുമെന്നാണ്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അൽ ബഖറത്തു സിനാമുൽ ഖുർആൻ. സൂറത്തുൽ ബഖറ ഉണ്ടല്ലോ, അത് സിനാമുൽ ഖുർആനാണ്. സിനാമു എന്ന് പറഞ്ഞാൽ പൂഞ്ഞയാണ്, ഹമ്പ് ഇല്ലേ? ഈ ഒട്ടകത്തിൻ്റെ മുകളിലുള്ള ഹമ്പുകൾ കണ്ടിട്ടില്ലേ? ആ ഒട്ടകത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ആ ഒരു പൂഞ്ഞയാണ് അല്ലേ? ഇതുപോലെ ഖുർആനിനുമുണ്ടൊരു ഹമ്പ്. അതേതാണ്? സൂറത്തുൽ ബഖറയാണത്രേ. ആ ബഖറയുടെ ഓരോ ആയത്തിനെയും അള്ളാഹ് ഇറക്കി കൊടുത്തത് 80 മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വസ്തുഖരിജത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി അള്ളാഹ് പുറപ്പെടുവിച്ചു. എവിടെന്ന്? മിൻ തഹ്തിൽ അർശ്, അർശിൻ്റെ ചുവട്ടിൽ നിന്ന്. അർശിൻ്റെ ചുവട്ടിലുള്ള കിരീടമായിരുന്നു ആയത്തുൽ കുർസി. എന്നിട്ട് അത് ബഖറയോട് ചേർത്ത് വെച്ചു. ഏത്? ആയത്തുൽ കുർസി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എത്ര മഹത്തരമായ ഒന്നാണ്. ഏറ്റവും വലിയൊരു സമ്മാനമല്ലേ മുത്തുനബി തങ്ങൾ നമുക്ക് വാങ്ങിത്തന്നത്? ആയത്തുൽ കുർസി. അള്ളാഹുവിൻ്റെ അർശിൻ്റെ ചുവട്ടിലെ കിരീടം, അർശിൻ്റെ ചുവട്ടിലെ മാണിക്യമാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത്, എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഒരു ആയത്തുൽ കുർസി ഓതിയിട്ടിറങ്ങിയാൽ തിരിച്ചു വരുന്നത് വരെ നമുക്ക് കാവലാണെന്നാണ്. ഇനി പോകുന്ന വഴിക്ക് അള്ളാഹിൻ്റെ ഖലാ കൊണ്ട് നമ്മൾ മരിച്ചു പോയാലേ 70 ഷഹീദിൻ്റെ കൂലി നമുക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇനി വീട്ടിലേക്ക് നമ്മൾ പറഞ്ഞ വിഷയം വരട്ടെ. നമ്മൾ എവിടെ പോയിട്ട് വീട്ടിലേക്ക് ആദ്യം കയറുമ്പോൾ നമ്മൾ സലാം പറയും അല്ലേ? ആരും ഇല്ലെങ്കിൽ പോലും അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവളോ നമ്മുടെ ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ വല്ലാത്തൊരു ബറക്കത്താണ്. കയറിയാൽ ഉടൻ തന്നെ ഒരു ആയത്തുൽ കുർസി അങ്ങ് ഓതിയേക്ക്. ആ ഒരു ആയത്തുൽ കുർസി നിങ്ങൾ ഓതുന്നതിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും ദാരിദ്ര്യമുണ്ടാകില്ല. അത്രേ. നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ തൊഴിലിൽ, മറ്റു മേഖലകളിലൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങ് ബറക്കത്ത് തരും. ഒരൊറ്റ ആയത്തുൽ കുർസിയുടെ ചിലവേ ഉള്ളൂ. എപ്പോൾ ഓതണം? വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഓതണം. വീട്ടിൽ കയറിയാൽ ഒരു ശുദ്ധിയോടെ, നല്ല ഹൃദ്യമായ മനസ്സോടെ, വെറുതെ ഓതി അങ്ങോട്ട് പോകരുത് ഇല്ലേ? തജ്വീദോടെ, വറത്തിലിൽ ഖുർആന തർത്തീലാ. ഖുർആൻ മനോഹരമായി തജ്വീദോടെ ഓതേണ്ടതാണ്. അങ്ങനെ തന്നെ ഓതണം. അപ്പോൾ ആ ഒരു തജ്വീദിയൻ മെൻറ്റാലിറ്റിയിൽ നിന്നുകൊണ്ടിട്ട് ഒരു ആയത്തുൽ കുർസി അങ്ങ് ഓതിയേക്ക്. എവിടെ പോയിട്ട് വീട്ടിലേക്ക് കയറി വന്നാലും വല്ലാത്തൊരു ബറക്കത്ത്, നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അത് ആണായാലും പെണ്ണായാലും പതിവാക്കുക എന്നുള്ളതാണ്. ഈ ആയത്തുൽ കുർസിയുടെ പ്രത്യേകത സയ്യിദു അഹിൽ ഖുർആൻ. ഖുർആനിലെ ആയത്തുകളുടെ മുഴുവൻ രാജാവാണ്. ഏത്? ഖുർആനിലെ ആയത്തുകളുടെ മുഴുവൻ രാജാവാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ ആയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പ്രത്യക്ഷമായും പരോക്ഷമായും 18 തവണ പറഞ്ഞിട്ടുണ്ട്. എത്ര തവണയാണ്? 18 തവണ. ഇതുപോലെ ഇതിൽ അള്ളാഹുവിൻ്റെ മഹത്വങ്ങളും അള്ളാഹുവിനെ പുകഴ്ത്തുന്നതും അള്ളാഹുവിൻ്റെ ഹംദും ഇതൊക്കെ അല്ലാതെ, അള്ളാഹിനെ കുറിച്ചല്ലാതെ ഇതിലൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ വേറെ ഇല്ല. അള്ളാഹിനെക്കുറിച്ച് ഇതുപോലെ ഇത്ര വർണ്ണിച്ച് വിശദമായി പറയുന്ന വേറൊന്നും കടന്നു വരാത്ത ഒരായത്ത് ഖുർആനിലില്ലാത്തവണ്ണം മനോഹരമാണ്. അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസി ഓതിയിട്ട് നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചോ, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തരും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ ആയത്തുൽ കുർസിയിൽ ഇസ്മുൽ അഅ്ലമുണ്ടത്രേ. അത് ഹയ്യും ഖയ്യൂമും ഇല്ലേ? ഹയ്യുൽ ഖയ്യൂം, ഹയ്യ് ഖയ്യൂം, ഈ 2 നാമങ്ങൾ ഇസ്മുൽ അഅ്ലമാണ് എന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ നാമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആയത്തുൽ കുർസി ഓതിയിട്ട് ആയത്തുൽ കുർസീനെ മുൻനിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കാണാം. നിങ്ങൾ ഒരു നിസ്കാരത്തിന് ശേഷം ഒരു തവണ ആയത്തുൽ കുർസി ഓതിയാൽ അടുത്ത നിസ്കാരം വരുന്നത് വരെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാവലാണ്. പക്ഷേ നബിമാർക്കും സ്വാലിഹീങ്ങൾക്കും ശുഹദാക്കൾക്കും അല്ലാതെ ഇത് പതിവാക്കാൻ കഴിയില്ല എന്നാണ്. നിങ്ങൾ സ്വാലിഹാണെങ്കിൽ, നബിയാകാനിപ്പോൾ നമ്മളെ കൊണ്ട് പറ്റൂല, ഷഹീദാകാനൊന്നും നമുക്ക് സാഹചര്യമൊന്നുമില്ല. സ്വാലിഹാവാലോ, സ്വാലിഹാവാലോ. നമ്മൾ സ്വാലിഹാകാനൊന്ന് ശ്രമിച്ചു നോക്കും. നമുക്ക് ഒരൊറ്റ തവണ പോലും ആയത്തുൽ കുർസി മുടങ്ങാതെ കൊണ്ടുപോകാൻ പറ്റും. ഇത് വെറുതെ ഇപ്പോൾ ഓതിപ്പോകുന്ന ആളുകളുണ്ടാവും. അത് ഞാനപ്പോൾ വലിയ സ്വാലിഹാണ്, ഞാൻ എന്നും ഓതാറുണ്ടല്ലോ എന്നാണ്. ആ ഓത്തും നബിമാരുടെ ഓത്തും സ്വാലിഹീങ്ങളുടെ ഓത്തും വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ അങ്ങോട്ട് ഓതിപ്പോണത് പോലെയല്ല. അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് എല്ലാത്തിലുമുപരി എൻ്റെ റബ്ബാണ് ഏറ്റവും വലിയവനെന്ന ബോധ്യത്തിൽ വിനയവിധേയനായ അടിമയായി നിന്നുകൊണ്ട് ഔലിയാക്കൾ ഓതണത് പോലെ ഓതണം. അപ്പോഴാണ് അതിൻ്റെ ഫലം ഉണ്ടാവുക എന്നാണ്.
അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ ആശയം നമുക്ക് പറയാട്ടോ. അതുപോലെ മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ഹൃദ്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ അവൻ ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തിൽ കുറിച്ച് ഓതിയിട്ടേ കിടക്കുള്ളൂ. ബുദ്ധി ഉണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓതും. അവന് നേരം വെളുക്കുന്നത് വരെ മലക്കുകളുടെ കാവലാണ്. മലക്കുകളുടെ കാവൽ, മലക്കുകൾ വന്ന് കാവൽ നിൽക്കും. ആ രാത്രിയിൽ നിങ്ങളെ ഒരു ജീവിയും ഉപദ്രവിക്കില്ല, ഒരു സിഹറും നിങ്ങൾക്ക് ഫലിക്കില്ല, ഒരു പിശാചും നിങ്ങളെ തൊടില്ല. അങ്ങനെ ഭയങ്കര പ്രൊട്ടക്ഷനാണെന്നാണ് ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഉറങ്ങാൻ നേരം ഒരു മനുഷ്യൻ ആയത്തിൽ കുറിച്ച് ഓതിയാൽ അവൻ്റെ കുടുംബത്തിനും അവൻ്റെ ശരീരത്തിനും അവൻ്റെ സമ്പത്തിനും കാവലാണ്. അതൊക്കെ തന്നെയാണ് ഈ ബറക്കത്ത് എന്ന് പറയുന്നത്. നമ്മുടെ സമ്പത്ത് അന്യാധീനായി പോകുന്നത് പലപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തിട്ടാണ്. ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സറിഞ്ഞൊരു ആയത്തിൽ കുറിച്ച് ചോദിക്കുക, അള്ളാഹ് കാവൽ തരും, അള്ളാഹ് കാവൽ തരും. ഒരാൾക്കും തട്ടിപ്പറിക്കാൻ പറ്റൂല, ഒരാൾക്കും കൊള്ളയടിക്കാൻ പറ്റൂല. ബറക്കത്തുള്ള പൈസയായി അത് മാറും എന്നാണ്. അള്ളാഹ് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ആയത്തിൽ കുറിച്ച് എത്ര ചിലവുണ്ട് നമുക്ക് അല്ലേ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുമക്കളെ, നമ്മുടെ കുടുംബത്തെ ഇത് പരിശീലിപ്പിക്കണം എന്നാണ്. കുട്ടികളെ കൊണ്ട് ഇത് ചൊല്ലിപ്പിക്കണം, ശീലിപ്പിക്കണം. ഇനി മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നുണ്ട്, 500 തവണ ആയത്തിൽ കുറിച്ച് ഓതിയിട്ടൊരു വെള്ളത്തിൽ മന്ത്രിച്ച് വെറും വയറ്റിൽ 40 ദിവസം പതിവായിട്ട് കുടിച്ചാൽ ആ കുടിക്കുന്ന ആൾക്ക് നല്ല ഓർമ്മശക്തി, നല്ല ബുദ്ധിശക്തി, അതുപോലെ തന്നെ നല്ല സ്വഭാവം, അള്ളാഹുവിലേക്കുള്ള അടുപ്പമുണ്ടാകാനുള്ള കാരണങ്ങൾ ഇതൊക്കെ മേളിച്ച് ആ കുട്ടി നല്ലൊരു കുട്ടിയായി മാറും എന്നാണ്. 40 ദിവസം ഇതുപോലെ പതിവായി ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ, എണ്ണിയാൽ തീരാത്ത മഹത്വങ്ങൾ. പിശാച് പോലും ആയത്തുൽ കുർസിയുടെ മഹത്വം പറഞ്ഞൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആയത്തുൽ കുർസിയെക്കുറിച്ച് 1-2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയാത്ത ചില കാര്യങ്ങളാണ് നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ പ്രത്യേകമായി ചെയ്യേണ്ട കാര്യങ്ങൾ 2 വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആയത്തുൽ കുർസി ഓതുക, ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി ഓതുക. അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ ശേഷം ആയത്തുൽ കുർസി പതിവാക്കി ഓതി നമ്മൾ സ്വാലിഹാണെന്നാണ്. നമുക്കൊരു പ്രയാസം അല്ലാഹ് തരൂല എന്നാണ്. മരിച്ചാൽ മതി, സ്വർഗ്ഗത്തിലാണെന്നാണ്. അങ്ങനെയൊക്കെ ഓഫർ തന്നിട്ടുള്ള ഈ ആയത്തുൽ കുർസി ബുദ്ധിയുള്ളൊരു മനുഷ്യൻ വേസ്റ്റാക്കി കളയൂല. ഒന്ന് നമുക്ക് ഒരുമിച്ച് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. الله ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനായ റബ്ബുൽ ആലമീനാണ്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, ഒരു മയക്കമോ ഒരു തൂങ്ങിയുറക്കമോ ഉറക്കം തന്നെയോ അവനെ ബാധിക്കുകയില്ല. അതൊന്നും അവനില്ല. എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബല്ലേ. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ഈ ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേത് മാത്രമാണ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അവൻ്റെ അനുവാദമില്ലാതെ ആർക്കാണ് ശുപാർശ ചെയ്യാൻ പറ്റുക? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും നമുക്ക് ശുപാർശ ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ സമ്മതം വേണം. അള്ളാഹിൻ്റെ സമ്മതം ഇല്ലാതെ ആർക്കാണ്? മുത്തുനബി തങ്ങൾ ശുപാർശ ചെയ്യും, ഔലിയാക്കൾ ശുപാർശ ചെയ്യും, ഹാഫിളീങ്ങൾ ആലിമീങ്ങളൊക്കെ ശുപാർശ ചെയ്യും. പക്ഷേ ആരനുവാദം കൊടുക്കണം? അള്ളാഹു അനുവാദം കൊടുക്കണം എന്നാണ്. യാ അല്ലാഹ്, അള്ളാഹു അനുവാദം കൊടുക്കും. ആ അനുവാദമില്ലാതെ ആർക്കെങ്കിലും ശുപാർശ ചെയ്യാൻ പറ്റൂ? ഒരിക്കലും പറ്റില്ല എന്നാണ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, മുന്നിലുള്ളതും പിന്നിലുള്ളതും ഒക്കെ അള്ളാഹു അറിയുന്നു. എന്ന് പറഞ്ഞാൽ സർവസ്വവും അള്ളാഹു അറിയുന്നു. എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. യാ അല്ലാഹ്, എത്രമേൽ ഹൃദ്യമാണ്. അവൻ്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ സൂക്ഷ്മമായി അറിയാൻ ഒരാൾക്കും കഴിയില്ല. അവൻ്റെ അറിവിൽ നിന്ന് മറ്റൊരാൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ അള്ളാഹു അറിയിച്ചു കൊടുക്കണം, അല്ലാതെ സ്വയമേവ അറിയാൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളതാണ്. വസിഅ കുർസിയുഹു സ്സമാവാതി വൽ അർദ്, അവൻ്റെ കുർസി ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു. അത്ര വിശാലമാണ് അവൻ്റെ കുർസി എന്ന് പറയുന്നത്. ആ കുർസി എന്താണ്? ആ കുർസി അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ മനോഹരമായൊരു സൃഷ്ടിയാണ്. അതെന്താണെന്ന് നമുക്കറിയില്ല.
നാളെ ആഖിറത്തിൽ ചെന്നാൽ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയുൽ അദീം. ആ ആകാശഭൂമികളുടെയോ കുർസിയുടെയോ അങ്ങനെ അള്ളാഹ് പടച്ച എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ സംരക്ഷണം അള്ളാഹ്ക്ക് ഭാരമുള്ളതല്ല. പടച്ചോൻ അതുകൊണ്ട് ഒരു പ്രയാസമില്ല. അതൊക്കെ വളരെ സിമ്പിളാണ്. അവൻ ഉന്നതനും മഹാനുമാണ്. വഹുവൽ അലിയുൽ അദീം, അവൻ ഉന്നതനും മഹാനുമാണ്. അപ്പോൾ ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആയത്തുൽ കുർസി ഹൃദ്യമായി പാരായണം ചെയ്താൽ നമ്മുടെ വീട്ടിലേക്ക് ബറക്കത്തുകളൊക്കെ ഓടിയെത്തും എന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം, മഹാനായ ഷെയ്ഖുൽ അംബിയ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പാതയത്തിൽ അല്ലാതിരുന്ന വഴിപിഴച്ചു പോയ ഒരു മകനുണ്ടായിരുന്നു അവിടത്തേക്ക്, അല്ലേ? ഇസ്ലാമിലേക്ക് വന്നില്ല, കപ്പലിൽ കയറാൻ പറഞ്ഞപ്പോൾ കയറിയില്ല. നൂഹ് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചൊരു മകൻ, കാഫിറായി പോയൊരു മകൻ. ആ മകൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഹിദായത്ത് നിലനിർത്തുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് അല്ലാഹു ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ തമ്പുരാനെ, പടച്ചവനെ, ഞങ്ങൾ ഇന്ന് പഠിച്ച ആയത്തുൽ കുർസി ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ആയത്തുൽ കുർസി നിമിത്തം ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ബറക്കത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. മനസ്സിലൊരുപാട് വേദനകളുണ്ട്, എല്ലാ വേദനകളും അകറ്റി റാഹത്തുള്ള ജീവിതം നീ നൽകണേ അല്ലാ. കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട്, എല്ലാ പ്രശ്നങ്ങളും ദൂരീകരിക്കണേ അല്ലാ. കഴിഞ്ഞ ദിവസം മക്കളില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സഹോദരൻ വല്ലാതെ പ്രത്യേകം ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. യാ അല്ലാഹ്, ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരന്മാർക്ക് എല്ലാവർക്കും പടച്ചവനെ നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ, മനസമാധാനം നൽകണേ അല്ലാ. നിന്നെക്കൊണ്ട് കഴിയാത്തതായി എന്താണ് റബ്ബേ ഉള്ളത്? സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ കൊടുക്കണേ അല്ലാ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. എക്സാമുകളുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്നവർ ഉന്നത വിജയം നൽകണേ അല്ലാ. നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഭംഗിയായി എഴുതാൻ തൗഫീഖ് നൽകണേ അല്ലാ. അങ്ങനെ വ്യത്യസ്തമായ എക്സാമുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ യാ റബ്ബന അവർക്ക് നീ അനുകൂലമാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ വഴികേടിലാക്കല്ലേ അല്ലാ. ഇണകളെ സന്താനങ്ങളെ നന്മയിൽ നീ നടത്തണേ അല്ലാ. അർഹമുർ-റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ തമ്പുരാനെ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. വിശിഷ്യ പ്രവാസികൾക്ക് ഖൈർ നൽകണേ അല്ലാ. എല്ലാ മേഖലകളിലുമുള്ള തടസ്സങ്ങൾ നീ നീക്കണേ അല്ലാ. ഈ സ്വബാഹുൽ ഖൈർ സദസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ, ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ, ഷെയർ ചെയ്യുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. നിൻ്റെ അനുഗ്രഹം ഒരു നിലാമഴ പോലെ ഞങ്ങളിൽ നീ വർഷിക്കണേ അല്ലാ. ആയത്തുൽ കുർസിയിലൂടെ വർഷിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭവനങ്ങൾ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാക്കണേ അല്ലാ. വീട്ടിലേക്ക് കയറിയാൽ സ്വസ്ഥത പോയി എന്നല്ല, ഞങ്ങൾക്ക് സമാധാനം ലഭിച്ചു എന്ന് പറയുന്നൊരവസ്ഥ നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. എത്രയെത്ര രോഗികളാണ്, മാറാരോഗങ്ങൾ തന്ന് ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. യാ റബ്ബന, എല്ലാവർക്കും ആജിലും കാമിലുമായ ശിഫ നൽകണേ അല്ലാ. എവിടെ നോക്കിയാലും ക്യാൻസറാണ്, മാരക രോഗങ്ങളാണ്. നിന്നെക്കൊണ്ട് ശിഫയാക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലല്ലോ തമ്പുരാനെ, നീ ശിഫ നൽകണേ അല്ലാ. അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, നീ കൈവടിയല്ലേ അല്ലാ. കടങ്ങളേറ്റെടുക്കണേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നീ നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും വിശിഷ്യ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.